മാന്ത്രിക ചിക്കൻ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാത്തവരുടെ ഇത് ട്രൈ ചെയ്തോളൂ. മാന്ത്രിക ചിക്കൻ എന്ന പേര് വരാൻ കാരണം അതിന് 2 കാരണങ്ങളുണ്ട്. 1, ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കുക. 2, ഇതിൻ്റെ ടേസ്റ്റ് മാജിക്കലാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതിന് പ്രധാനമായും വേണ്ടത് നമ്മുടെ സ്വന്തം ചുവന്നുള്ളിയാണ്. അത് 250 ഗ്രാം. പിന്നെ വറ്റൽ മുളക്, അതായത് ഉണക്കമുളക് പൊടിച്ചത് 4 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം. കല്ലിൽ ചതയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു മൺചട്ടി ചൂടാക്കി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ഒന്ന് പരത്താം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പില ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ച് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതൊരു സ്പൈസി ഡിഷാണ്, പക്ഷേ എരിവ് അധികം താല്പര്യമില്ലാത്തവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചേർത്താൽ മതി. എല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഉള്ളി മൂപ്പിച്ചതിൻ്റെ ആ മുളകിൻ്റെ എല്ലാത്തിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആ ചിക്കൻ്റെ കൂടെ അങ്ങോട്ട് മിക്സായി കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ മാന്ത്രിക ചിക്കൻ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം ചെറുതീയിൽ വേവിക്കാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ മീൻകറി എല്ലാം മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങളതൊന്ന് എന്തായാലും ട്രൈ ചെയ്യണം. അത്ര അടിപൊളിയാണ്. ഈ മാന്ത്രിക ചിക്കന് പുളി വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത്തിരി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്താൽ ഇഷ്ടപ്പെടും. ഇപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതാ കണ്ടില്ലേ, നമ്മുടെ മാന്ത്രിക ചിക്കനോട് എല്ലാം അരപ്പും എല്ലാം കൂടെ ചിക്കനകത്ത് ചേർത്ത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ആ മസാലയൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഈ മാന്ത്രിക ചിക്കൻ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക.